നമഃശിവായ. അമ്മ പരമഗുരു. ഒരു ഗുരു യഥാർത്ഥ ഗുരുവാണോ കപട ഗുരുവാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദത്തിൽ ഉദരനിമിത്തം ബഹുകൃതവേഷഹം എന്നൊരു വരിയുണ്ട്. ആഹാരത്തിനു വേണ്ടി പലതരം വേഷങ്ങൾ കെട്ടുന്നവരെയാണ് ഈ വരിയിലൂടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. പലതരം വേഷങ്ങളും ഭസ്മധാരണങ്ങളും കുങ്കുമക്കുറികളും മാലകളുമൊക്കെയാണിഞ്ഞ് തങ്ങൾ മഹാഗുരുക്കന്മാരാണെന്ന ധാരണ പരത്തുന്നവർ ധാരാളമുണ്ട്. സീതാമാതാവിനെ അപഹരിക്കാൻ കപടവേഷത്തിൽ വന്ന രാവണൻ ഒരു മഹർഷിയെ പോലെ ആയിരുന്നിരിക്കും കാണപ്പെട്ടത്. മറിച്ച് ഉത്തമ ഋഷിമാരിൽ ഒരാളായിരുന്ന അഗസ്ത്യൻ കുറിയ ദേഹമുള്ള ആളായിരുന്നു. മറ്റൊരു മഹാമുനി അഷ്ടാവക്രൻ വികലാംഗനായിരുന്നു. ശ്രീമദ് ഭാഗവതോപദേഷ്ടാവായ ശ്രീശുക ബ്രഹ്മർഷി വെറും 16 വയസ്സു മാത്രം പ്രായമുള്ള ഒരു ബാലനായിരുന്നു. ചവിട്ടുപടി ഗുരുക്കന്മാരുണ്ട്. അവർ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവർ തപസ് അനുഷ്ഠിച്ചിട്ടില്ല. ഇത്തരക്കാർ അന്യരെ സഹായിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. പക്ഷെ കാലം പിന്നിടുമ്പോൾ ഇവർ ലക്ഷ്യം മറക്കുന്നു. പേരിൻ്റെയും പ്രശസ്തിയുടെയും പിന്നാലെ പോകുന്നു. ശിഷ്യന്മാരുടെ എണ്ണം കൂട്ടാൻ വ്യഗ്രത പൂണ്ട് ഇവർ തങ്ങളുടെ ആശ്രമം വിപുലമാക്കുന്നു. മാർഗഭ്രഷ്ടരാവുകയും ചെയ്യുന്നു. അത്ഭുത സിദ്ധികൾ പ്രദർശിപ്പിക്കുന്നവരും യഥാർത്ഥ ഗുരുക്കന്മാരാകണമെന്നില്ല. രാക്ഷസന്മാർക്കും അത്ഭുത സിദ്ധികൾ ഉണ്ടായിരുന്നു. യഥാർത്ഥ ഗുരു ആരെന്ന് നമുക്ക് ഗുരുഗീതയിലെ ഒന്ന് നോക്കാം. ഗുരുഗീത പറയുന്നു, യോഗികളും മന്ത്രവാദികളും വശത്താക്കിയിട്ടുള്ള എണ്ണമറ്റ അത്ഭുത സിദ്ധികളെ വെറും കച്ചിത്തുരുമ്പ് പോലെ മാത്രം കണക്കാക്കുന്നയാളാണ് പരമഗുരു. ഒരു ഉദാഹരണം, മഹാത്മാ ജ്ഞാനേശ്വരൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നു. ജ്ഞാനേശ്വരൻ്റെ ഉള്ളിൽ തന്നെപ്പറ്റി നല്ല മതിപ്പുളവാക്കാനായി മഹായോഗി ചാങ് ദേവൻ ഒരു ഭയങ്കര കടുവയുടെ പുറത്ത് സവാരി ചെയ്തും കൊണ്ട് ജ്ഞാനേശ്വരനെ സന്ദർശിക്കാൻ വന്നു. ജ്ഞാനേശ്വരൻ അപ്പോൾ തൻ്റെ സഹോദരിയോടും സഹോദരന്മാരോടുമൊപ്പം ഒരു മതിലിന്മേൽ ഇരിക്കുകയായിരുന്നു. തൻ്റെ അത്ഭുതകരമായ സിദ്ധിവിശേഷം പ്രകടമാക്കിക്കൊണ്ട് ജ്ഞാനേശ്വരൻ ആ മതിലിനെ ആകാശത്തിലൂടെ പറത്തി ചാങ് ദേവന്റെ അടുത്തെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഗുരുഗീത പറയുന്നു, ആരുടെ സാന്നിധ്യമോ കടാക്ഷമോ മാത്രം കൊണ്ട് മനഃശാന്തിയും പ്രസന്നതയും കൈവരുമോ അയാളാണ് പരമഗുരു. നമ്മുടെ അമ്മ ഇങ്ങനെയുള്ള ഗുരുവാണ്. ഇത് അമ്മയുടെ ആയിരക്കണക്കിനുള്ള ഭക്തന്മാരുടെ അനുഭവമാണ്. അമ്മയുടെ ദിവ്യ സന്നിധിയിൽ ഭക്തർക്കു നിറവും തികവും അനുഭവപ്പെടുന്നു. ഗുരു പൂർണ്ണനാണ്. പൗർണമി ചന്ദ്രനെ പോലെ നിറവും തികവുമാർന്നവനാണ്. ഭക്തരെയും ശിഷ്യരെയും ഈ പൂർണ്ണതയിലേക്ക് ഉയർത്താൻ കെൽപ്പുറ്റവനുമാണ്. നമ്മുടെ അമ്മ ഭൗതിക നേട്ടങ്ങളും ആധ്യാത്മിക ഉണർവും നൽകി അനന്തശാന്തിയും ആനന്ദവുമേകി നമ്മെ അനുഗ്രഹിക്കുന്നു. ആദ്യ ദർശനത്തിൽ തന്നെ വിരളം ചിലർ മാത്രം അമ്മയിലെ ആധ്യാത്മിക മഹത്വം തിരിച്ചറിയാറുണ്ട്. ഒരു ദൃഷ്ടാന്തം, വർഷങ്ങൾക്ക് മുമ്പ് മലമുകളിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ അമ്മയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. മലമുകളിൽ എത്തുന്നതിന് പാതി വഴിയിൽ ഒരു കാമാക്ഷി ക്ഷേത്രമുണ്ട്. ഹനുമാൻ ക്ഷേത്രത്തിലെ പരിപാടി കഴിഞ്ഞു മടങ്ങുമ്പോൾ അമ്മ ആ ക്ഷേത്രം സന്ദർശിച്ചു. അപ്പോൾ ശ്രീകോവിലിൽ കാമാക്ഷി ദേവിക്ക് ആരതി ഒഴിഞ്ഞ ശേഷം പൂജാരി ദേവീനാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ദേവീ വിഗ്രഹത്തിൽ അർച്ചന ചെയ്യുകയായിരുന്നു. അമ്മ വന്നപ്പോൾ അദ്ദേഹം തിരിഞ്ഞ് അമ്മയുടെ പാദങ്ങളിൽ അർച്ചന ചെയ്യാൻ തുടങ്ങി. ക്ഷേത്ര കമ്മിറ്റിയിലെ ചില അധികാരികൾ ഇതിനെ ചൊല്ലി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി. പൂജാരി മറുപടി പറഞ്ഞു, അമ്മയെ കണ്ടപ്പോൾ ഞാൻ കണ്ടത് വർഷങ്ങളായി ഞാൻ ആരാധിച്ചു കൊണ്ടിരുന്ന കാമാക്ഷി ദേവി പഞ്ചഭൂത നിർമ്മിത ശരീരമെടുത്ത് എൻ്റെ നേർക്ക് നടന്നു വരുന്നതായാണ്.
അനന്തശാന്തിയിലേക്കും ആനന്ദത്തിലേക്കും നയിക്കണമെന്ന് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. ഹരി ഓം നമഃ ശിവായ.